ഒടുക്കത്തെ കുടുംബത്തിലെ കണ്ടിയിൽ അതിർമാനാജിൻ്റെ ഇളയ മകൾ ആമിന എന്ന മകനാണ്. പാപ്പയാണെങ്കിൽ കണ്ടിയിൽ അതിർമാനാജിൻ്റെ ജ്യേഷ്ഠനും അഞ്ചനെന്ന് പറയാൻ കിട്ടൂല, അഹമ്മദ് കുട്ടി എന്ന മകൻ്റെ മകനാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെ കുടുംബം നല്ല നിലയിൽ മുന്നോട്ട് യാതൊരു തെറ്റുകുറ്റങ്ങളും ഇല്ലാതെ മുന്നോട്ട് കഴിഞ്ഞു പോകണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പലതുമായിട്ട് പല ആൾക്കാരുമായിട്ട് പല പ്രശ്നങ്ങളും കൊണ്ടും ഒരരോഗ്യപ്പെട്ടും കൊണ്ട് കഴിയലാണിപ്പോൾ. അതിൽ നിന്നൊക്കെ നല്ല നിലയിൽ ആയി കിട്ടാൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ദ്വാരിക്കണം. പിന്നെ തന്നെയല്ല, ഈ കുടുംബത്തിന് നമ്മളെ കണ്ടിയിൽ പുത്തടുത്ത കുടുംബത്തിന് എല്ലാത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല ഇപ്പോൾ. ഞാനൊരു സുഖമില്ലാത്തൊരു ഭാര്യനെയും കൊണ്ടുനടക്കുക, അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ജോലി. അവളെ പരിപാലിക്കുന്ന മറ്റൊരാളും ചെയ്യരുത്, എനിക്ക് തന്നെ ചെയ്ത് അതിൻ്റെ പുണ്യം എടുക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. എൻ്റെ വിലാസിരിയൊക്കെ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, എന്നെ പലരും കാണുന്നില്ലല്ലോ ചെയ്താനെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ വേദന വേറെയാണ്. കാരണം ഒരു സുഖങ്ങളൊക്കെ അവ തന്നിട്ടുണ്ട് മക്കളാലൊക്കെ. പറഞ്ഞിട്ട് കാര്യമല്ല, ഭാര്യൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ, അതായത് സഭ്യൻ്റെ ഒന്നും കിടത്തത്തിൽ തന്നെയാണ് നോട്ടിട്ട് കൊണ്ടുപോകണം. ബാത്റൂമിലും ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒരാഴ്ച മുന്നേ വീണ് രണ്ടാമതൊക്കെ പാടെ തകരാനായി. അതിനെക്കൊണ്ട് പലതും സംസാരിക്കാനുണ്ടായിനി, അതൊന്നും എൻ്റെ മനസ്സിലേക്ക് കിട്ടുന്നില്ല. ചിരിപ്പിക്കാൻ പറ്റിയ നിലയിൽ സംസാരിക്കാൻ എനിക്ക് കിട്ടുകയില്ല. പക്ഷെ ഇന്ന് ഞാനതിന് ബാധ്യസ്ഥനല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.